ഇങ്ങനെ ഓരോന്നും നാം പറയുമ്പോൾ കിടക്കാൻ ഇടമില്ലാത്ത, തലചായ്ക്കാൻ ഇടമില്ലാത്ത ജനലക്ഷങ്ങൾ കേരളത്തിലുണ്ട്. അതിന് പരിഹാരം കാണണ്ടേ? മാത്രമല്ല, നമ്മളോട് ഈ പ്രവർത്തനമായി മുമ്പോട്ട് പോയപ്പോൾ നമ്മുടെ ലക്ഷ്യമുണ്ട്. തുടക്കത്തിൽ ജയിച്ചു, അതായത് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാരുടെ നാവ് തുറക്കാനും അവരുടെ ഉറക്കം കെടുത്തുവാനുമായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് തുടക്കത്തിൽ നമുക്ക് സാധിച്ചു. ഇടതുപക്ഷം വളഞ്ഞിട്ട് എന്നെ വേട്ടയാടുന്നു. അപ്പോൾ ഒട്ടും പറയാതെ ഉമ്മൻചാണ്ടി തുടങ്ങിയിരിക്കുന്നു. ഇവരുടെ എല്ലാം വിമർശനങ്ങൾ നമ്മൾക്ക് കേൾക്കണം. കാരണം ഇവർ വിമർശിക്കുവാനും കാര്യം പറയാനും വാതുറക്കാനും വേണ്ടി തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഒരു കാര്യം ഉമ്മൻചാണ്ടിക്കൊന്നും പറയാൻ അവകാശമില്ല. കാരണം ഇത് അനീതിയാണ്, അക്രമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നീതി നിഷേധമാണ് എന്നൊക്കെ പറഞ്ഞ് ഉമ്മൻചാണ്ടി പറയുമ്പോൾ, ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയാണ്. ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് വേണ്ട സംരക്ഷണവും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തേണ്ട മുഖ്യമന്ത്രി ഞങ്ങളെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് പറയുന്നത് ശരിയാണോ? അക്ഷരാർത്ഥത്തിൽ പറയാം, അദ്ദേഹം പ്രതിപക്ഷത്താണ്. അല്ലെങ്കിൽ സുധീരൻ പറയട്ടെ, അക്ഷരാർത്ഥത്തിലല്ല, അദ്ദേഹം ഈ നമ്മുടെ ഈ യാത്ര വഴി തിരിച്ചുവിടാൻ വേണ്ടി പലതും പറയുന്നുണ്ടിരിക്കുകയാണ്. പല പറയുമ്പോൾ ചിലതെല്ലാം ഞാനും പറയാറുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ വലിയ നിക്കറും വരെ അദ്ദേഹം തരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ പഴയകാല കാര്യങ്ങളെല്ലാം, തൊഴിലെല്ലാം അദ്ദേഹം ഈ വയസ്സായ കാലത്ത് ഓർത്തത് നന്നായി. കാര്യം പഴയകാല തൊഴിലുകളും ഓർമ്മകളും അദ്ദേഹം സ്മരിക്കുന്ന ഒരാളാണ്. പലരും അങ്ങനെയല്ല, വളർന്നു ഉയർന്നു കഴിഞ്ഞാൽ പഴയകാല തൊഴിലും വളർച്ചയും മറന്നു. പക്ഷെ അദ്ദേഹം അത് മറന്നില്ല. പക്ഷെ എനിക്ക് ഈ വയറുള്ള എനിക്ക് നിക്കർ ചേരുമോ ഇല്ലയോ എന്ന് അദ്ദേഹം തന്നെ ഈ സീസണിൽ പൈസ തരുവാൻ അദ്ദേഹത്തിൻ്റെ പ്രായം അനുവദിക്കുന്നുണ്ടോ? അതനുസരിച്ച് തന്നെ കൈയും കാലും വർക്ക് ചെയ്യാതെ, കണ്ണും വർക്ക് ചെയ്യാതെ അത് തയ്ച്ചു തരാൻ പറ്റില്ല. അത് സാധിക്കുമോ ഇല്ലയോ എന്ന് അദ്ദേഹം ചിന്തിക്കട്ടെ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മുടെ എല്ലാ ഈ പ്രവർത്തനങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് മാറ്റുവാൻ അവർ സംവാദത്തിൽ വരട്ടെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയുണ്ടോ തെറ്റുണ്ടോ അതിൻ്റെ സംവാദമാകുക. പക്ഷെ അത് ചെയ്യാതെ യഥാർത്ഥ ഇഷ്യൂവിൽ നിന്ന് വഴിതെറ്റിച്ച് മാറ്റിക്കൊണ്ട് നമ്മുടെ യഥാർത്ഥ ഇഷ്യൂയെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കാതെ പറഞ്ഞു പോകുക എല്ലാം ശരി. അതുകൊണ്ട് ഇനി മുതൽ VS അച്യുതാനന്ദന്റെ വാക്കുകൾക്ക് ഞാൻ ഇനിയൊന്നും പറയില്ല. അതുപോലെ തന്നെ നമ്മൾ ആശയപരമായി നേരിടാം. ആയുധം കൊണ്ട് നേരിടുവാനുള്ള സംസ്കാരം നമുക്കില്ല. ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം അറിയാൻ തന്റെ ഇടമുണ്ടോ? ഈ രാജ്യത്ത് 10,000 ഏക്കർ സ്ഥലം അന്യവശം വെച്ചിരിപ്പുണ്ടോ ഇരിക്കുമ്പോൾ അത് കാലാവധി കാലാവധി സ്ഥലങ്ങളോടൊപ്പം പോലും അതെടുത്ത് എന്തുകൊണ്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുത്തുകൂടാ?